ശബരിമല കൊള്ളക്കേസിൽ പത്മകുമാർ മാത്രമേ പെടുകയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുവോ? തന്ത്രി രക്ഷപ്പെടും, അത് നമുക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പിന്നെ രണ്ടുപേര് കൂടി പെടും, അതിനുള്ള സാധ്യതകളുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റൊരാൾ കടകംപള്ളി സുരേന്ദ്രനാണ്, അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ ഇവർ ഈ തന്ത്രി രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, തന്ത്രി ഒപ്പിടാത്ത മഹസർ രേഖകൾ SIT ഹാജരാക്കിയിട്ടുണ്ട് കോടതിക്ക് മുമ്പാകെ. അപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് തന്ത്രിയാണ് ആ ദൈവതുല്യൻ തന്ത്രിയല്ല എന്നുള്ള നരേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രിയെ അതിൽ പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്തുള്ള ഉന്നതർ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കൂടുതലും നടന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മഹസർ രേഖകൾ ശരിവയ്ക്കുക വഴി, അതായത് തന്ത്രി ഒപ്പിടാത്ത മഹസർ രേഖകൾ ശരിവയ്ക്കുക വഴി തന്ത്രി രക്ഷപ്പെടുകയും ബാക്കിയുള്ള അന്വേഷണം മുഴുവനും ഈ 3 പേരിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ED അന്വേഷണം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ EDയുടെ അന്വേഷണം എന്ന് പറയുമ്പോഴും ഈ 3 പേരെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കൂടുതൽ നടക്കാനുള്ള സാധ്യത. അപ്പോൾ തന്ത്രിക്ക് ഇതോടുകൂടി തന്നെ ക്ലീൻ ചിറ്റ് ലഭിക്കുമ്പോൾ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് CPM നേതൃത്വം തന്നെയാണ്. നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം, അതായത് കോൺഗ്രസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് CPMന് തന്നെയാണ് ഇത് കനത്ത ആഘാതം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാകണം, അതായത് ഒരു പക്ഷേ താൻ കുടുങ്ങുമെന്നുള്ള പൂർണ്ണ ബോധ്യം പത്മകുമാറിന് ഉണ്ടായിട്ടുണ്ടാകണം. കാരണം അതോടുകൂടി തന്നെ പത്മകുമാർ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് മറ്റംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്തം മാത്രമേ തനിക്കുമുള്ളൂ, അല്ലാതെ തനിക്ക് സ്പെഷ്യലായിട്ട് അവിടെ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ആകെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പത്മകുമാർ കോടതിയുടെ മുമ്പാകെ പറഞ്ഞത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് നടക്കുന്നത്. കോടതി പറഞ്ഞു അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂല, അത് പറയുന്നത് വ്യർത്ഥമാണ്, ഒഴിഞ്ഞു പോകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ പോലും കോടതി തള്ളുന്നത്. അപ്പോൾ അത്രയും ഗൗരവമായിട്ട് കൊല്ലം വിജിലൻസ് കോടതി ഈ ഒരു പത്മകുമാറിൻ്റെ ഇതിലുള്ള പങ്കിനെ കാണുന്നുണ്ട്. അപ്പോൾ പത്മകുമാറിൻ്റെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിലയിരുത്തുമ്പോൾ പത്മകുമാറിന് വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പത്മകുമാർ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്രയും വലിയൊരു നീക്കങ്ങൾ നടത്തുകയാണ്. ഏതാണ്ട് ഇവർ കവർന്നിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോൾ കട്ടിളപ്പാളയിൽ നിന്ന് 409 ഗ്രാം സ്വർണ്ണമാണ്. ഈ 409 ഗ്രാം എന്ന് പറയുന്നത് 409 ഗ്രാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ 409 ഗ്രാം എന്ന് പറയും. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ഒരു വിലയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എത്ര പവനാണെന്നറിയാമോ? 51 പവനിലധികമുണ്ട് ഈ ഒരു സ്വർണം എന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 577 ഗ്രാമാണ്, അതായത് 72 പവനോളം സ്വർണം ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള സ്വർണം ഉപയോഗിച്ച് വാതിൽപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ സ്വർണം പൂശുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിസാര സ്വർണമല്ല ഈ തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് പിത്തള എന്നുള്ളത് എഴുതിയത്, മിനിറ്റ്സിൽ എഴുതിയിട്ടുള്ളത് മാറ്റിയിട്ട് ചെമ്പ് പാളി എന്ന് എഴുതിയത് പത്മകുമാറാണ്. അപ്പോൾ പത്മകുമാർ ഇതിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്വർണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റി അതിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ പിത്തളപ്പാളി എന്നുള്ളത് അല്ലെങ്കിൽ പിച്ചളപ്പാളി എന്നുള്ളത് എഴുതി വെട്ടി മാറ്റിയിട്ട് അത് ചെമ്പ് പാളിയാണ് എന്ന് പറഞ്ഞത് സ്വർണം പൂശാൻ വേണ്ടി തന്നെയാണ്, സ്വർണ്ണ വേട്ടയ്ക്കുള്ള നീക്കം നടത്താൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ 1564 ഗ്രാം സ്വർണം, അതായത് ഏതാണ്ട് 192 പവൻ, പവനിൽ കൂടുതൽ വരും സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാമാണ് ഇത്രത്തോളം സ്വർണം ഇവർ ലൂട്ട് ചെയ്തത്, ഇവർ മോഷ്ടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കോടതിക്ക് ഇത് ബോധ്യപ്പെടാവുന്ന കേസേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നത് ഇവർ പറയുമ്പോൾ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളല്ലല്ലോ കോർട്ടിലിരിക്കുന്നത്. അവർ സ്വാഭാവികമായും ഈ തെളിവുകളെല്ലാം വെച്ച് നോക്കി വിലയിരുത്തിയതിന് ശേഷം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടത്തുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഈ കീഴ്ശാന്തി അല്ലെങ്കിൽ പരികർമ്മിയായിട്ട് അവിടെ വന്നുകൂടിയിട്ടുള്ള പോറ്റിയാണ് ഇവരെല്ലാം ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. അത് ഇവർ സ്വാഭാവികമായി ആലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു വലിയ ക്രൈമാണോ എന്നുള്ളതും അന്വേഷണം തെളിയട്ടെ. എന്തായാലും ദേവസ്വം മന്ത്രിക്ക്
വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. ഇപ്പോൾ കട്ടവൻ, സ്വർണം കട്ടവൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ കടകംപള്ളിക്ക് നെഞ്ചു ഉണ്ടെങ്കിൽ കടകംപള്ളി ഇത് മോഷ്ടിക്കാതിരിക്കലായിരുന്നു. കട്ടവൻ എന്നല്ലാതെ പരിശുദ്ധൻ എന്ന് ആരും വിളിക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി കൂടി ഇതിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശബരിമല ശ്രീകോവിലുള്ള കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണ് എന്ന അറിവുണ്ടായിട്ടും തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകൂർ അന്ന് ആ നോട്ട് തിരുത്തി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ കൂടാതെ ഈ ചെമ്പുപാളി എന്ന് എഴുതിയിട്ടുണ്ട്, മനഃപൂർവ്വം വ്യാജപാളിയാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്ത്രിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ തേടിയിട്ടില്ല എന്നുള്ളതൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ED കൂടി വരുന്നത്. അപ്പോൾ EDയുടെ അന്വേഷണവും നമുക്കറിയാം. ED ഇപ്പോൾ നടത്തുന്ന ഒരുവിധപ്പെട്ട എല്ലാ കേസുകളിലും അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ അറ്റത്തിരിക്കുന്നവർ ആരാണോ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്, ചില കേസുകളിലൊക്കെ ഒരു മന്ദതയുണ്ട് എന്ന് പറയുമ്പോഴും, രാഷ്ട്രീയ വേട്ട എന്ന് പലരും പറയുമ്പോഴും അതല്ല, അതിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി തന്നെ പോകേണ്ടതുണ്ട്. കാരണം ഇവിടെ പലരും കാണിക്കുന്നത് പോലെ ഒരു ഗിമ്മിക്ക് കാണിക്കാനുള്ള ഏജൻസി അല്ല ED. അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പടച്ചുവിടാൻ എളുപ്പമാണ്. പക്ഷേ ആ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ഇവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ EDയെ പോലുള്ളൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുമുള്ളൂ. സ്വാഭാവികമായും പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പോറ്റി സോണിയാഗാന്ധിയെ കാണുന്നു, ചരട് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ മന്ത്രിച്ച ചരടാണ് കെട്ടിക്കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ വരികയും ചെയ്യുന്നുണ്ട്. മന്ത്രിച്ച ചരട് കെട്ടിക്കൊടുത്തോ, മന്ത്രിക്കാത്ത ചരട് കെട്ടിക്കൊടുത്തോ, അതല്ല ഇതിലെ കാര്യം. ചരട് കെട്ടിക്കൊടുക്കാൻ വേണ്ടുന്ന തരത്തിൽ പാകത്തിൽ എങ്ങനെയാണ് പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്ത് എത്താൻ കഴിയുന്നത്? അവിടെയാണ് അടൂർ പ്രകാശും ആന്റണി MP ഒക്കെ വരുന്നത്. അപ്പോൾ ED അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് CPM മാത്രമല്ല, CPMനെയും മറികടന്നുകൊണ്ട് ഒരു പക്ഷേ ഇത് അതിനു മുമ്പേ നടന്നിട്ടുള്ള ഒരു ഒരു കൊള്ളയുടെ രീതികളാണ്, അതിലേക്ക് ഇവർ ചെന്ന് പെട്ടതായിരിക്കാം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെയും ഒരു അന്വേഷണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ തന്നെ, വിശ്വാസികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2019 ശേഷം ഇതുവരെ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത് ചേർന്ന് പ്രവർത്തിച്ചു. അല്ലാതെ PS പ്രശാന്ത് അല്ല ഇതിനെ മുൻകൈയെടുത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 3 പേരിലേക്ക് തന്നെ കാര്യങ്ങൾ ചെന്ന് എത്തപ്പെടുകയാണ്. ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി ആവശ്യപ്പെട്ടെന്ന ഈ പത്മകുമാറിൻ്റെ വാദമൊക്കെ പച്ചക്കള്ളമാണെന്ന് തന്നെയാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുള്ളത്. അപ്പോൾ തന്ത്രി കുടുംബത്തിൻ്റെ പേര് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഇവർ തേടിയിരുന്നു എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ BJP വലിയ രീതിയിലുള്ളൊരു ഒരു ആരോപണങ്ങൾ അയച്ചുവിടാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും ജനങ്ങളിലേക്ക് അത് കൂടുതൽ വിഷയം കൂടുതൽ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. തന്ത്രിയല്ല ദൈവതുല്യൻ എന്ന് തന്നെ പോലീസ് പറയുന്ന സ്ഥിതിക്ക് 2004 ബംഗളൂരു പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1-2 ഭാഷകൾ കൂടി അറിയാം എന്നുള്ളതാണ്. തമിഴ്, കന്നഡ ഭാഷകൾ കൂടി അറിയാം. അപ്പോൾ അങ്ങനെ അന്വേഷണം ഇയാളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും ഇത്തരത്തിൽ തന്നെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ്. ഏതാണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പഞ്ചലോഹത്തിലുള്ള വിഗ്രഹങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെയുള്ള ദാരുശില്പങ്ങളായിക്കോട്ടെ, ദ്വാരപാലക ശില്പങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നാടുകളിൽ നിന്ന് പോലും കടത്തപ്പെട്ടു പോയിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇയാളിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നു, ഇയാളെ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു കീഴ്ശാന്തി നിയമനം ലഭിച്ചതിലൂടെയാണ് ഇയാളെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഒരു കീഴ്ശാന്തിയായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുതലുകളൊന്നും തന്നെ വെളിയിൽ പോകാൻ പാടില്ല എന്നിരിക്കെ, അതിന് കോടതി ഉത്തരവ് അങ്ങനെ ഉണ്ടെന്നിരിക്കെ, ഈ കീഴ്ശാന്തിയുടെ, അതും തന്ത്രി കുടുംബത്തിൻ്റെ പോലുമല്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് തന്ത്രി ഈ പറയുന്ന മഹസറുകളിൽ പലതിലും ഒപ്പിട്ടിട്ടില്ല. അപ്പം തന്ത്രി അറിയാതെ കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് മിനിറ്റ്സ് ഉണ്ടാക്കി അതിൽ ഒപ്പുവെച്ച ഇവർ ഇത്തരത്തിലുള്ള തന്ത്രിയെ ചിലപ്പോൾ പലതും പറഞ്ഞു കണ്ണ് മൂടിക്കെട്ടിയതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോൾ
പോറ്റി ഒന്നാം പ്രതിയായി ഇപ്പോഴേ ഒന്നാം പ്രതി തന്നെയാണ്. അപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റിക്ക് പിന്നാലെ തന്നെ പത്മകുമാറും കടകംപള്ളിയും കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാ വാർത്തകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും.